എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ശാരിയും സരയും കൂടി ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉടക്കുകയാണ്. മനോഹരനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് അത് ആര് പറഞ്ഞാലും നമ്മുടെ സരയുന് ഇഷ്ടപ്പെടില്ലല്ലോ. സരയും അതുകൊണ്ട് തന്നെ നല്ലൊരു ദിവസമായിട്ട് ഇനി അമ്മ ഞാനുമായിട്ട് ഉടക്കാൻ നിൽക്കണ്ട. ദയവ് ചെയ്ത് മനുവേട്ടനെ കുറിച്ച് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം ഇനി എന്റെ അടുത്ത് വർത്തമാനം പറയാൻ വരാനെന്നും പറഞ്ഞ് അവള് നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവുക. എന്ത് ചെയ്യാനാ, നിസ്സഹായായിട്ട് നിൽക്കുക നമ്മുടെ ശാരി. എല്ലാ സത്യങ്ങളും അറിയാം. ഏറ്റവും വലിയൊരു കള്ളനാണല്ലോ തന്റെ മകളുടെ ഭർത്താവായിട്ട് അവളുടെ ഒപ്പം നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുന്നത്. അവനിപ്പോ ഇവിടുന്ന് പോയിരിക്കുന്നത് ഉറപ്പായിട്ടും അവനിപ്പോ പാട്ടിലാക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്തേക്കായിരിക്കും. എന്തായാലും അവനെ പോലെയുള്ളൊരു കള്ളനെ അവന്റെ മുഖം മൂടി എന്നാണാവോ തനിക്കൊന്ന് വലിച്ചു കീറാൻ പറ്റുന്നത്. ഇതൊക്കെ ആലോചിച്ച് ഭയങ്കര വിഷമത്തില് നമ്മുടെ ശാരി അവിടെ അങ്ങനെ നിൽക്കുക. പിന്നീട് ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ കിരണും കല്യാണിയും ഒക്കെ കൂടി അവരുടെ വിഷു അങ്ങ് ഗംഭീരമാക്കുകയാണ്. അപ്പതാ കൈനീട്ടവും കാര്യങ്ങളും ഒക്കെ നൽകിയതിനു ശേഷം നേരെ പോകുന്നത് നമ്മുടെ രൂപയുടെയും സേനന്റെയും ഒക്കെ വീട്ടിലേക്കാ. അവിടെ ചെന്നതും ആൽബിയും സോണിയും ഒക്കെ വലിയ സന്തോഷത്തിൽ തന്നെയാ ഉള്ളത്. അവരെല്ലാരും കൂടി കിരണിന്റെ അടുത്തേക്ക് ഓടി ചെന്നു. എന്നിട്ട് ചോദിച്ചു, കിരണേട്ടാ ഓക്കെ ആയില്ലേ? അതേന്നേ, എനിക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയില് വിഷു ആഘോഷിക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറെ ഒരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ, എന്തെങ്കിലും മുറിവ് എനിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുക. അത് കണ്ടതും നമ്മുടെ കല്യാണിയും അതുപോലെ നമ്മുടെ രൂപയൊക്കെ കിരണിന്റെ അടുത്ത് വന്ന് നിന്നു. അതിനുശേഷം രൂപ മകന്റെ തലയിൽ കൈ വെച്ചിട്ട് മോനോട് ചോദിച്ചു, എന്താ മോനെ, നിനക്ക് വേദനയൊക്കെ മാറിയോ? ഇല്ലമ്മേ, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാനിപ്പോ ഓക്കെയാണ്. പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അത് മാത്രമേ ഉള്ളൂ ആകെയുള്ളൊരു വിഷമം. അറിയാലോ, അമ്മയുടെ ആങ്ങള ആ ബഗാസുരൻ, ആ ദുഷ്ടന്റെ കണ്ണിലെങ്ങാനും പെട്ട് കഴിഞ്ഞ പിന്നെ അവൻ ഇനി ആർക്കാണോ അടുത്ത കൊട്ടേഷൻ കൊടുക്കാൻ പോവുക. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സേന പറഞ്ഞു, അതെ എന്തിനാ മോനെ നീ അവനെ ഇങ്ങനെ പേടിക്കുന്നത്? അച്ഛാ, എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നും അല്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്യാണി, നീ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അച്ഛനോടും അമ്മയോടും പറയണം കേട്ടോ. അതിനെന്താ കിരണേട്ടാ, അതൊക്കെ ഞാൻ വേണ്ട പോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. അതെ, ഇന്നെന്തായാലും ബഗാസുരൻ അച്ഛനെയും അമ്മയെയും അതുപോലെ മറ്റാൾക്കാരെയും ഒക്കെ പേടിച്ചിട്ട് ആ വീട്ടിലേക്ക് വരില്ല. പിന്നെ അയാള് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്ന് രാത്രി അയാള് വീട്ടിൽ വരുമെന്നുള്ളതാ. എനിക്ക് മനോഹറാണ് ഈ ഒരു ന്യൂസ് തന്നിട്ടുള്ളത്. എന്തായാലും അയാള് രാത്രി വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അയാളെ കാണാൻ വേണ്ടി കിരണേട്ടൻ നിൽക്കും. അപ്പം ഇവന് എഴുന്നേറ്റ് നടക്കാന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലാകില്ലേ മോളെന്ന് രൂപ ചോദിക്കുക. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അതിനമ്മേ, കിരണേട്ടൻ ഈ കോളത്തിലായിരിക്കില്ല അവിടെ നിൽക്കുന്നത്. മുഖമൊക്കെ മറച്ചിട്ട് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും കിരണേട്ടൻ അങ്കിളിനെ ഡീൽ ചെയ്യുക. അല്ല, മോന്റെ ഉദ്ദേശം എന്താ? മോൻ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അമ്മേ, അയാളെ അങ്ങനെ വിലസാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാല് ഒരു പക്ഷെ ഇവളുടെ അച്ഛന്റെയും ആങ്ങളയുടെയും ഒക്കെ കൂടെ കൂടിയിട്ട് അയാൾ എന്ത് വൃത്തികേടും കാണിക്കും. ഇപ്പൊ തന്നെ അറിയാലോ, തലനാരിഴയ്ക്കാ ഞാൻ രക്ഷപ്പെട്ടത്. ആ ഗംഗാപ്രസാദിനെ പോലെയുള്ള ഒരു വ്യക്തി അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇന്ന് ജീവനോട് കൂടി ഇരിക്കുമെന്ന് പോലും എനിക്ക് സംശയമാണ്. അത് ശരിയാ മോനെ, ഇത്രയും നല്ലൊരു കാര്യം അയാൾ ചെയ്തിട്ട് അയാളെ കണ്ടത് നന്ദി പറയാൻ പോലും പറ്റിയില്ലല്ലോ. ആ ഒരു വിഷമം അമ്മയ്ക്കുണ്ട്. അമ്മ എന്തായാലും ഇനി അങ്കിളിന്റെ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എന്റെ അച്ഛനും അമ്മയും എന്റെ കൂടപ്പറപ്പും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മുടെ കിരൺ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്കിളിന് എന്ത് സംഭവിച്ചാലും അമ്മ ഒരിക്കലും ടെൻഷൻ ആകരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കിരൺ നമ്മുടെ രൂപയ്ക്ക് കൊടുക്കുക. അപ്പൊ രൂപ പറഞ്ഞു, ആയിക്കോട്ടെ മോനെ, നിന്റെ എന്ത് തീരുമാനത്തിനും ഒപ്പം ഞാനും അതുപോലെ നിന്റെ അച്ഛനും ഉണ്ടാകും. അങ്ങനെ അവരാ കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കുക. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും സ്വന്തം കെട്ടിയവനെ നിലവിൽ കിട്ടാത്ത അവസ്ഥയിലാണ് നമ്മുടെ സരയു ഉള്ളത്. സരയുന് നല്ല വിഷമമുണ്ട്. മനുവേട്ടൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വരുമെന്ന് തോന്നുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ശാരിയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, എന്നാ മോളൊരു കാര്യം ചെയ്, അവനെ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. അവൻ ഫോൺ എടുക്കുമല്ലോ. ബിസിനസ്സിൽ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം, എന്നാലും അവന് ഫോൺ എടുത്താൽ എന്താ പ്രശ്നം? അങ്ങനെ നമ്മുടെ മനോഹറിനെ സരയു വിളിച്ചു. ആ സമയമാണെങ്കിൽ മനുതാ നമ്മുടെ വന്ദനയുടെ ഒപ്പം
സോറി കേട്ടോ, വന്ദനയുടെ ഒപ്പം അവൻ കറങ്ങാനുള്ള ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുക. ഈ സമയത്താണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ സരയുടെ കോള് വന്നത്. അങ്ങനെ മനു ഫോൺ എടുത്തതും പറയും, ഞാൻ കുറച്ച് ബിസി ആണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ തുടങ്ങിയതും, അയ്യോ മനുവേട്ട വെക്കല്ലേ മനുവേട്ട, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ, നല്ലൊരു ദിവസമല്ലേ. മനുവേട്ടനില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ മനുവേട്ട, അച്ഛനും ഇല്ല മനുവേട്ടനും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ എവിടെ ഇങ്ങനെ തനിയെ നിൽക്കുന്നത്. അതെ, നിന്റെ അച്ഛൻ എന്തായാലും രാത്രിയാകുമല്ലോ വരുമ്പോ, അങ്ങനെ ആയിരിക്കുമ്പോ അയാൾക്കുള്ള ഭക്ഷണം അങ്ങ് മാറ്റിവെക്കാം. ഇപ്പൊ എന്തായാലും നമുക്ക് പോയി കഴിക്കാന്ന് പറഞ്ഞ് ശാരി സരയുനെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാ. ഈ സമയം നമ്മുടെ മനോഹർ ആണെങ്കിൽ രക്ഷപ്പെട്ടു. ഇനിയിപ്പൊ പെട്ടെന്നൊന്നും പുള്ളിക്കാരിയുടെ വിളി വരില്ല. ഇനി സമാധാനമായിട്ട് ഇവളുമായിട്ടൊന്ന് ചുറ്റിയടിക്കാം. ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇനി എനിക്ക് എന്ത് സമ്മാനമാണോ തരാൻ പോകുന്നത്. മോളു നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാന്ന് പറഞ്ഞ് വന്ദനയും കൂട്ടിയിട്ട് നമ്മുടെ മനു ഇറങ്ങുകയാണ്. അങ്ങനെ അവര് സ്ഥിരം പോവാറുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് വിശേഷങ്ങളൊക്കെ സംസാരിക്കുക. അല്ല, ഇന്ന് വിഷു ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ വന്ദന ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയമാണെങ്കിൽ മനോഹറിനെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജുബാനയും നിഷയും ഒക്കെ കൂടി ഒരു റെസ്റ്റോറന്റിലേക്ക് വരിക. ഇവരെ കണ്ട പാടെ തന്നെ നമ്മുടെ മനു ശരിക്കും അങ്ങ് ഞെട്ടി. അയ്യോ ഇതെന്താ ഇത്, ഇനി ഇവളുമാരിവിടെ വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ അപ്പുറത്തെ പരിപാടിയായി പോവല്ലോ എന്ന് ആലോചിച്ച് നമ്മുടെ വന്ദനയും കൂട്ടിയിട്ട്, അതെ മോളു ഞാനന്ന് പറഞ്ഞില്ലേ എന്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്ന ഒരുത്തിയെ കുറിച്ച്, അവള് വരുന്നുണ്ട്, അവളുടെ കൂടെ മറ്റു 2 പെൺപിള്ളേര് കൂടിയുണ്ട്. എന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാല് പിന്നെ അതായി ഇതായി, അവളുടെ കല്യാണം കഴിഞ്ഞത് പോലും അവൾ ആലോചിക്കില്ല, എന്റെ തലേ കയറുമെന്ന് പറഞ്ഞ് മനോഹറാണെങ്കിൽ അവിടെ വലിയ സീൻ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ വന്ദനയും കൂട്ടിയിട്ട് മനു പിന്നാമ്പറം വഴി ഇറങ്ങി വരുമ്പം വന്ദനയ്ക്കറിയാലോ കള്ളൻ അവളുമാരെ ഒക്കെ ചതിച്ചിട്ട് ഇപ്പൊ കല്യാണി ചേച്ചിയാണ് ഇവനെ ചതിച്ചതെന്ന് പറയുന്നു. ഇവനെ പോലെയുള്ള ഒരുത്തനെ എന്ത് ചെയ്യണം? എന്തായാലും കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അന്നത്തെ ദിവസം കതിർ മണ്ഡപത്തിൽ വെച്ച് ഇവനുള്ള കൊട്ടു കൊടുക്കാന്ന് തന്നെ അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്കിനും മനു ചോദിച്ചു, മോളെ അവരുടെ അടുത്ത് നിന്ന് കഷ്ടിക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം മോളോട് പറഞ്ഞേക്കാം. നമ്മൾ ഇതുപോലെ പുറത്തു പോകുന്ന സമയത്തൊക്കെ അവരാരെങ്കിലും വന്ന് സംസാരിക്കാനൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാല് മോൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ എന്റെ മോൾ അനുസരിക്കണമെന്ന് പറയുമ്പോൾ വന്ദന നന്നായിട്ട് അങ്ങ് തലയാട്ടി സമ്മതിച്ചു ചേട്ടാ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ മനോഹരത നല്ല രീതിയിൽ തന്നെ വിശ്വസിക്കുക. അപ്പൊ ഇവള് ഉറപ്പായിട്ടും തന്റെ ട്രാക്കിൽ തന്നെ നിൽക്കുന്ന ഒരുത്തിയാണ്. ഇനി ഒരു കാരണവശാലും ആര് എന്ത് വന്ന് പറഞ്ഞാലും ഇവള് വിശ്വസിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആശാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവനെ വിറ്റ പൈസ നമ്മുടെ വരുണിന്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം പാവപ്പെട്ട മനോഹർ അറിയുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ വിശേഷത്തിലുള്ളത്. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.